ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2024 വേണ്ടി റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ്സുകളാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെ SSC GD 2022 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ബോട്ട് ആൻഡ് സ്പിന്നിന്റെ ക്ലാസ് 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അത് മസ്റ്റായിട്ടും എല്ലാവരും കാണുക. അതിനുശേഷം അതായത് ഇത് അറിഞ്ഞിട്ടില്ലാത്തവർ അതും ഇതുകൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ബേസ് ഇല്ലാത്തവർ അങ്ങനെ അതുകൂടെ എന്ത് ചെയ്യുക, കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടും, എന്താണ് ഈ ടോപ്പിക് എന്നുള്ള ഐഡിയ കിട്ടും. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കണ്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ അതിന്റെ ഓർഡറിൽ തന്നെ പ്ലേലിസ്റ്റിൽ നിന്നും കാണാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അതെല്ലാം കണ്ട് അതിന്റെ ഗുണം നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാം എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ഡെയിലി മാത്സിന്റെ എക്സസൈസും ചെയ്യും. ഇത് ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ, പെയ്ഡ് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ SSC റെയിൽവേ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. CGL 24 വേണ്ടിയുള്ള ബാച്ചിൽ ഫൗണ്ടേഷൻ പ്ലസ് CGLന്റെ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ കവർ 17 കിലോമീറ്റർ ഇൻ 12 മിനിറ്റ്സ്, ബി കവർ 15 കിലോമീറ്റർ ഇൻ 10 മിനിറ്റ്സ്, ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദയർ സ്പീഡ്. അപ്പൊ എന്ത് വേണം, അവരുടെ സ്പീഡിലുള്ള ഡിഫറൻസ് വേണം. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസിന് യൂണിറ്റ് ഏതൊക്കെയാണ് ഉള്ളത്, കിലോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്. സ്പീഡിന് ഏതാണ്, മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ. അതാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. ടൈമിന് മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, അതേപോലെ മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു GDയുടെ പ്ലേലിസ്റ്റില് 2022 GDയുടെ പ്ലേലിസ്റ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിക് കാര്യങ്ങളെല്ലാം അതെല്ലാം അവിടെ നിന്ന് കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എ കവർ 17 കിലോമീറ്റർ ഇൻ 12 മിനിറ്റ്സ്. അപ്പം എയുടെ സ്പീഡ് വേണം. അപ്പൊ സ്പീഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സ്പീഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ ഡിസ്റ്റൻസ് 17 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്രയാണ് അവന്റെ ടൈം, 12 മിനിറ്റ് ആണ്. നമുക്ക് എന്താ ഇവിടെ വേണ്ടുന്നത്, കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 60 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു മണിക്കൂർ. അപ്പൊ മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ 12 മിനിറ്റ് എന്നുള്ളതിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്തിനാ മണിക്കൂറാക്കുന്നത്, കിലോമീറ്റർ പെർ അവർ. ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. 12 ഡിവൈഡഡ് ബൈ എന്താണ്, 60 ചെയ്യുക. 12/60 നമുക്ക് 1/5 കിട്ടും. അപ്പൊ ആദ്യത്തെ ആളുടെ സ്പീഡ് എത്ര കിട്ടും, ഇത് 17/1/5. 5 അങ്ങ് മേളിൽ പോയിട്ട് 35 കിലോമീറ്റർ പെർ അവർ ആണ് ആരുടെ, എയുടെ സ്പീഡ്. ഇനി ബിയുടെ സ്പീഡ് എത്രയാണ്, സ്പീഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ് പോകുന്നത്, 15 കിലോമീറ്റർ ആണ്. എത്രയാണ് ടൈം, 10 മിനിറ്റ് ആണ്. 10 മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, 10/60, അതായത് 1/6 ആണ്. അപ്പൊ നമുക്ക് മേലിലോട്ട് 6 പോകുമ്പോൾ എന്ത് കിട്ടും, 90 കിലോമീറ്റർ പെർ അവർ കിട്ടും. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദയർ സ്പീഡ് ആണ് ചോദിച്ചത്. 10 മിനിറ്റ് കറക്റ്റ് ആണല്ലോ, 15 കിലോമീറ്റർ ഇൻ 10 മിനിറ്റ്സ്, ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദയർ സ്പീഡ്. ഓക്കെ, ഇത് എത്ര വരുന്നത്, 17 ഗുണം 5. ഓക്കെ, 35 85. ഓക്കെ, 85 കറക്റ്റ് ആണ്. ഓക്കെ, 85 90 എത്രയാണ് ഡിഫറൻസ് വരുന്നത്, 90 - 85 5 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾ സ്പീഡിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഒരു എളുപ്പവഴി ഉണ്ട്. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകും. അപ്പോ എ എന്ന് പറയുന്ന ആള് 12 മിനിറ്റിൽ 17 കിലോമീറ്റർ പോയാൽ 60 മിനിറ്റിൽ എത്ര പോകും നോക്കിയാൽ പോരെ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മണിക്കൂറാണ്. ഇതിനെ 60 ആക്കാൻ വേണ്ടി 5 കൊണ്ട് ഗുണിച്ചു. ഇതിനെ 60 ആക്കാൻ വേണ്ടി 17 എത്ര കൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് ഗുണിക്കണം. അതായത് 85 കിലോമീറ്റർ പോകും ഒരു മണിക്കൂർ. അപ്പൊ എയുടെ സ്പീഡ് എന്ത് കിട്ടി, 85 കിലോമീറ്റർ പെർ അവർ. നിങ്ങൾ ഒന്നും ചെയ്യാതെ, യൂണിറ്റ് കൺവേർഷൻ ഒന്നും ചെയ്യാതെ. അപ്പൊ ഇതൊക്കെ എവിടെയാണ് വരുന്നത്, നിങ്ങളുടെ ബുക്കുകളിൽ കാണുന്ന മെത്തേഡ്സ് ആണ്. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, എന്താ ചെയ്യാം, നമുക്ക് ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യാം, ബേസിക് ക്ലാസ്സുകൾ ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബേസിക് ക്ലാസ് കാണാൻ പറയുന്നത്. അപ്പൊ അത് കണ്ടിട്ട് മാത്രം ഈ ട്രിക്കുകളിലോട്ട് വരിക. ഓക്കെ, അപ്പൊ 12 മിനിറ്റിൽ 17 കിലോമീറ്റർ പോയാൽ 60 മിനിറ്റിൽ എത്ര പോകും, 12 × 5 ആണ് 60. അതേപോലെ 17 × 5 85 കിലോമീറ്റർ പോകും. അതുപോലെ ബി 15 കിലോമീറ്റർ ആണ് 10 മിനിറ്റിൽ. ഒരു മണിക്കൂർ, അതായത് 60 മിനിറ്റിൽ എത്ര പോകും, 60 മിനിറ്റിൽ 10 × 6 ആണ്, 15 × 6 നമുക്ക് എന്ത് കിട്ടും, 90 കിലോമീറ്റർ പോകും. അതായത്
എയുടെ സ്പീഡ് 85 km/h ബിയുടെ സ്പീഡ് 90 km/h. പേന പോലും എടുക്കാതെ നമുക്ക് പെൻ ഫ്രീ ആയിട്ട് കിട്ടും. ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 90 - 85 5 km/h ആയിരിക്കും ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിന് എന്ത് വേണ്ട? ഈ ക്വസ്റ്റൻ എന്ത് വേണ്ട? പേന വേണ്ട, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ബുക്കിൽ കാണുന്ന സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് പറഞ്ഞത്. ഇപ്പൊ ചിലവർ പഠിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്ന ഒരാളും പേന എടുക്കാതെ ചെയ്യുന്ന ഒരാളും തമ്മിൽ റാങ്കിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് റാങ്ക് മേക്കിംഗ് സീരീസ് ഇങ്ങനെ എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റൻ ചെയ്യാം. A person covers a certain distance with 1.5 meter per second in 1 hour 40 minutes. Find the distance covered by. ഇപ്പൊ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് വേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്ക് 1.5 മീറ്റർ പെർ സെക്കൻഡിനെ 15/10, 1.5നെ 15/10 എഴുതാം. മീറ്റർ പെർ സെക്കൻഡ് ആണ്, നമുക്ക് എല്ലാം കിലോമീറ്ററിലാണ് ഉണ്ട്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇത് വരുന്നത്? എല്ലാം ആ ഒരു ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി 18/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അത് വലുതിലോട്ട് പോകാം. അപ്പോൾ ഇതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? ഇത് കിലോമീറ്റർ പെർ അവർ ഉള്ള സ്പീഡായി. ഇനി എന്താണ്? ഇനി മണിക്കൂർ. കിലോമീറ്റർ പെർ അവർ, ഇനി മണിക്കൂർ. ടൈം 1 hour 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 hour 1 + 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി 40/60 ആണ്. അതായത് 2/3 മണിക്കൂറാണ്. 40/60 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 മണിക്കൂർ. 1 + 2/3 അല്ലെങ്കിൽ 1 2/3 എത്രയാണ്? 5/3 ആണ്. ഇത് എഴുതേണ്ട കാര്യമില്ല. 1 + 2/3 നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ 100 മിനിറ്റ്, 100/60, 100/60, 100/60 നമുക്ക് എന്ത് പറയാം? 5/3. അതൊക്കെ ഡയറക്റ്റ് എഴുതണം. 5/3 ഇത്രയും മണിക്കൂർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. അപ്പൊ ഇവിടെ യൂണിറ്റിന് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻസ് ആണ്. 20 പോയി, ഇത് 6 വന്നു, 2 പോയി, ഇത് 3 വന്നു, ഇത് 5 വന്നു, 5ഉം 15ഉം 3 വട്ടം 3 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നും ഇവിടെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യാനില്ല. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ കവർ എത്ര 2/15 ഓഫ് ദ ടോട്ടൽ ജേർണി ബൈ ട്രെയിൻ, 9/20 ബൈ ബസ് ആൻഡ് ദ റിമൈനിങ് 10 കിലോമീറ്റർ ബൈ ഫുഡ്. ഫൈൻഡ് ഹിസ് ടോട്ടൽ ജേർണി. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യനിൽ നിന്നും എന്ത് ചെയ്യണം? നല്ല നല്ല ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരാള് ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂസിന്റെ മൾട്ടിപ്പിൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പൊ അതായത് 2/15, 2/20, അപ്പൊ 20, 15 എന്നിവയുടെ മൾട്ടിപ്പിൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും. 20, 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 300. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് രണ്ടിന് LCM എടുക്കാം. LCM എടുത്താൽ നമുക്ക് 60 എടുക്കാം. 60. ഓക്കെ, അപ്പൊ ടോട്ടല് അതായിരിക്കും കുറച്ച് എളുപ്പം. 300 വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അത് കാൽക്കുലേഷൻ കൂടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്മൾ എന്തെടുത്തു? 60 കിലോമീറ്റർ ആണ് ടോട്ടൽ എടുത്തു. 2/50 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 60 ഗുണം 2/50. 60 ഗുണം 60/50 4ആണ്. 4 2 8 എന്നത്. 8 കിലോമീറ്റർ എങ്ങനെയാ പോയത്? പേഴ്സൺ കവർ ട്രെയിനിൽ പോയി. ബാക്കി എത്ര? 9/20. 60ന്റെ 9/20 എന്ന് പറയുമ്പോൾ 60/20 3ആണ്. 9 ഗുണം 3 എത്രയാണ്? 27 കിലോമീറ്റർ എന്തിൽ പോയി? ബസ്സിൽ പോയി. പിന്നെ റിമൈനിങ് 10 കിലോമീറ്റർ. അപ്പൊ റിമൈനിങ് നമുക്ക് എത്ര വരുന്നത്? 60 എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ 35 60 നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 25 വരും. അപ്പൊ 25 ആണ് നമുക്ക് ബൈ ഫുട്ട് പോയത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നു 25 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്തിന്റെ വാല്യൂ വേണം? 60ന്റെ വാല്യൂ വേണം. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 5 വെച്ച് കിട്ടും. ഇത് 2, ഇത് 5, 60 ഇത് 12, 12 2 24 കിലോമീറ്റർ ആണ് എന്ത് ചെയ്തത്? അയാളുടെ ടോട്ടൽ ജേർണി. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM എന്ത് ചെയ്യുക? LCM അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇൻഡിജർ വാല്യൂ വരാൻ വേണ്ടിയാണ്. ഡിനോമിനേറ്ററിന്റെ LCM എന്തായിട്ട് എടുക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻസ് ചെയ്ത് പോവുക. ഓക്കെ, വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് B is 12.5% more than A. They walk 5 hours and 4 hours respectively. If A will move 20 km more than B, find the distance covered by B. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നല്ല ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ടൈം എന്ന് അറിയാം. ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ബിയുടെ സ്പീഡും ബിയുടെ ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ എന്താ വരുന്നത്? സ്പീഡിന്റെ റേഷ്യോ സ്പീഡ് ഓഫ് ബി ഈസ് 12.5% മോർ ദാൻ എ. എയും ബിയും ഉണ്ട്. 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. പെർസെന്റേജിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1/8 ആണ് ദാൻ എ. അപ്പൊ എക്കാളും എ ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ബേസിനെയാണ് സൂചിപ്പിക്കുന്നത്. എ 8 ആണെങ്കിൽ ബി എന്താണ്? 8ന്റെ 12.5% ആയിട്ടുള്ള 1 കൂടുതലാണ്. അതായത് ബി എന്ന് പറഞ്ഞാൽ എത്ര? 9 ആണ്. ഓക്കെ, ഇതാണ് സ്പീഡിന്റെ റേഷ്യോ.
ദേ വാക്ക് 5 hours ആൻഡ് 4 hours റെസ്പെക്റ്റീവ്ലി. എ എത്ര മണിക്കൂർ നടക്കും? 5 മണിക്കൂർ നടക്കും. ബി എത്ര മണിക്കൂർ നടക്കും? 4 മണിക്കൂർ എടുക്കും. അപ്പോൾ അവരുടെ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? ടൈമിന്റെ റേഷ്യോ നമുക്ക് എന്തെഴുതാം? എ 5 മണിക്കൂർ പോവുകയാണെങ്കിൽ ബി എത്ര മണിക്കൂർ പോകും? 4 മണിക്കൂർ പോകും. നമുക്ക് എന്താണ്? ഡിസ്റ്റൻസിന്റെ റേഷ്യോ കിട്ടും. ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? 8 × 5 9 × 4. ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ താഴെ എടുക്കുമ്പോഴും റേഷ്യോ എടുക്കുമ്പോഴും ക്യാൻസൽ ചെയ്യാം. 8 × 5 9 × 4. അപ്പൊ താഴെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ നല്ലത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. രണ്ടുപേരും വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 × 5 10 9 10 9. അതായത് 10 യൂണിറ്റ് ദൂരം പോയാൽ നമ്മുടെ റേഷ്യോ പ്രപ്പോർഷന്റെ ക്ലാസ്സുകളും ഞാൻ നമ്മുടെ ചാനലിലുണ്ട്. അതും എന്ത് ചെയ്യുക? കാണുക. അതെല്ലാം കൂടി ഇന്റർ കണക്റ്റഡ് ആണ്. അല്ലാതെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ അത് മാത്രമേ ഉള്ളതെന്നല്ല, എല്ലാം കൂടി ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബി, അതായത് 10ന്റെ വാല്യൂ 10 യൂണിറ്റ് ആണ് എ പോകുന്നത്, ബി പോകുന്നത് 9 യൂണിറ്റ് ആണ്. അവരുടെ ഡിഫറൻസ് എത്ര യൂണിറ്റിന്റെ? 1 യൂണിറ്റ്. ഇങ്ങനെയായിരുന്നു സ്പീഡ് ടൈം, ഇങ്ങനെയായിരുന്നു സ്പീഡെങ്കിൽ ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. 8 9 അല്ല ഒറിജിനൽ സ്പീഡ്. അപ്പോൾ 10 9. ബിയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 9 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 9 9. ഓപ്ഷൻ ഡി ആണ് നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. 9ന്റെ മൾട്ടിപ്പിൾ വെച്ച് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ വേറെ 2 9ന്റെ ആൻസർ വന്നാൽ ഡൗട്ട് വരും. അപ്പൊ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 20 കിലോമീറ്റർ. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബി. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ്. ഇവിടെ നിന്നാവും കേട്ടോ, 9 യൂണിറ്റ്. അപ്പോൾ 1ന്റെ വാല്യൂ 20 ആണെങ്കിൽ 9ന്റെ വാല്യൂ എത്ര വരും? 9 × 20 180 കിലോമീറ്റർ. 180 കിലോമീറ്റർ ആണ് ബി പോയ ഡിസ്റ്റൻസ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് ഈ ടൈപ്പ് നമ്മൾ പെർസെന്റേജിനും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എന്ത് ചെയ്യണം? പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഇൻ ദ മോർണിംഗ് ഓഫ് 11 AM. 11 മണിക്ക് അവർ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അയാള് ഹി കവേർഡ് 3/8 ഓഫ് ദ ജേർണി ആൻഡ് ഓൺ ദ സെയിം ഡേ അറ്റ് 4:30 PM ഹി കവേർഡ് 5/6 ഓഫ് ദ ജേർണി. അറ്റ് വാട്ട് ടൈം ഹി സ്റ്റാർട്ടഡ് ദ ജേർണി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് അയാൾ എന്ത് ചെയ്തു? മോർണിംഗ് 11 AM ആയപ്പോഴത്തേക്കും അയാൾ 3/8 പാർട്ട് ഓഫ് എന്ത് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അയാൾ 4:30 ആയപ്പോഴത്തേക്കും 5/6 പാർട്ട് ഓഫ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷൻ വരും. ഫ്രാക്ഷൻ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ആ ഒരു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ടോട്ടൽ ക്വാണ്ടിറ്റി, ഒരു തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? ആ ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ LCM ആയിട്ട് എടുക്കണം. ഇവിടെ ഡിനോമിനേറ്റർ ആരൊക്കെയാ? 8 6 ആണ്. അതിന്റെ LCM എത്രയാണ്? 24. അപ്പൊ ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസ് 24 കിലോമീറ്റർ ഉണ്ടെന്ന് എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യണം. 24 കിലോമീറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ 11 മണിയായപ്പോ എന്താ പറയുന്നത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 11 മണിയായപ്പോ 11 AM അയാൾ എത്ര ചെയ്തു? 24ന്റെ 3/8 എത്ര വരും? 24 × 3/8 എന്ന് പറഞ്ഞാൽ 9 ആണ്. 24 × 3/8 അതായത് 9 കിലോമീറ്റർ എന്ത് ചെയ്തു? പോയി. 9 കിലോമീറ്റർ പോയി. 24 × 3/8. 8 താഴെ വരുമ്പോൾ 8ഉം 26 3 വട്ടം 3 × 3 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ എന്ത് ചെയ്തു? അതിൽ 11 മണിയായപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ടിങ് മുതൽ 9 കിലോമീറ്റർ കവർ ചെയ്തു. He covered 3/8 of journey and at the same day at 4:30 PM. 4:30 എന്താണ്? 4:30 PM he covered 5/6 of the journey. 5/6 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 24 × 5/6 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 6 4 4 5 20. ടോട്ടൽ എന്ത് ചെയ്തു? സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ അയാള് 20 കിലോമീറ്റർ എന്ത് ചെയ്തു? കവർ ചെയ്തു. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര ദൂരം ഉണ്ട്? ടോട്ടൽ 20 കിലോമീറ്റർ, ഇത്ര 9 കിലോമീറ്റർ, ബാക്കി എത്ര ഉണ്ട്? 20 - 9 11 കിലോമീറ്റർ ആണ്. 11 കിലോമീറ്റർ ആണ് അയാൾ എന്ത് ചെയ്തത്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത്രയും ചെയ്തു. അപ്പൊ ഇയാള് ഈ ഇടയ്ക്കുള്ള സമയത്ത്, അതായത് 11 മണിക്കും വൈകിട്ട് 4:30ക്കും ഇടയ്ക്ക് ഇയാൾ എത്ര കിലോമീറ്ററാണ് പോയത്? 20 - 9 11 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്. അപ്പോൾ അറ്റ് വാട്ട് ടൈം ഹി സ്റ്റാർട്ടഡ് ജേർണി എന്നല്ലേ ചോദിച്ചത്? നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? 11 കിലോമീറ്റർ അയാൾ എത്ര സമയം കൊണ്ടാ പോയെ? 11 കിലോമീറ്റർ 11 മണി മുതൽ 4:30 വരെ എത്ര സമയമാണ്? 5.5 മണിക്കൂർ. അതായത് 11 കിലോമീറ്റർ പോകാൻ വേണ്ടി അയാൾക്ക് എത്ര സമയം എടുത്തു? 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 1/2 ആണ്. 5.5 മണിക്കൂർ നമുക്ക് എങ്ങനെ എഴുതാം? 11/2 മണിക്കൂർ. അപ്പം 11 കിലോമീറ്റർ പോകാൻ 11/2 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ചോദിച്ചത്? അപ്പൊ അയാൾ ഈ പോയ 9 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുത്തു നോക്കിയപ്പോൾ ഇവിടെ 9 കിലോമീറ്റർ ഉണ്ട് 11 മണി വരെ. അപ്പൊ 11 കിലോമീറ്റർ പോകാൻ അയാൾക്ക് 11/2 ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 9 കിലോമീറ്റർ പോകാൻ വേണ്ടി എത്ര എടുക്കും? ഇവിടെ 11/2 ആണെങ്കിൽ 9 എത്രയാണ്? 9/2. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 11/2 ആണെങ്കിൽ 9 എത്ര ആയിരിക്കും? 9/2. ഇവിടെ കിടക്കുന്ന വാല്യൂന്റെ പകുതിയാണ്, ഇവിടെ കിടക്കുന്ന വാല്യൂന്റെ എന്ത് തന്നെ ആയിരിക്കും? പകുതി തന്നെ. ഇത്രയും മണിക്കൂറാണ് എടുക്കുന്നത്. 9/2 എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5
4.5 മണിക്കൂറാണ്. അപ്പൊ അയാൾ എത്ര മണിക്കായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്തത്? അയാള് ഒന്നുകിൽ ഇത്രയും ദൂരത്തിന് 4:30 4.5 മണിക്കൂർ എടുത്തു. ഓക്കെ, 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്നും 11 നിന്നും എന്ത് ചെയ്യാം? 4.5 മണിക്കൂർ കുറയ്ക്കാം. അതായത് ഇത്രയും സമയം ഇയാൾ ഇത്രയും യാത്ര ചെയ്യാൻ വേണ്ടി അയാൾക്ക് 4.5 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ 11 നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? രാവിലെ 7 മണിയായി. പിന്നെ ഒരു അരമണിക്കൂറോട് കുറയ്ക്കുക. രാവിലെ 6:30. രാവിലെ ആണോ രാത്രിയാണോ? 6:30 AM. എല്ലാം AM ആണ് കേട്ടോ. ഓക്കെ, AM അല്ലയോ? ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? AM ആണ്. ഇതെല്ലാം ആൻസർ AM ആണ് കേട്ടോ. AM. അതായത് രാവിലെ 6:30 AM എന്ത് ചെയ്തത്? അയാൾ സ്റ്റാർട്ട് ചെയ്തു. 6:30 AM അയാൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി അവസാനം സ്റ്റാർട്ടർ ജേണി അല്ലെങ്കിൽ ഇനി റീച്ച്ഡ് ജേണി. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണെങ്കിലോ, സ്റ്റാർട്ടർ ജേണി ചോദിച്ചു 6:30 AM നമ്മൾ എത്തി. ഇനി എപ്പോഴാണ് അയാൾ റീച്ച് ചെയ്തത്? അതായത് ഇവിടെ എപ്പോഴാണ് എത്തിയത്? ഇവിടെ എത്രയായി? ടോട്ടൽ 24 കിലോമീറ്റർ ഉണ്ട്. അത് 20 കിലോമീറ്റർ വീടായി. ബാക്കി എത്രയാണ്? 4 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്റർ ആയൊക്കെ എത്ര സമയം എടുക്കുന്നത്? 9 കിലോമീറ്റർ 9/2 ആണെങ്കിൽ 4 കിലോമീറ്റർ എത്ര എടുക്കും? 4ന്റെ പകുതി 2 മണിക്കൂർ എടുക്കും. അപ്പോൾ അയാൾ ഇവിടുന്ന് എത്ര? 4ൽ നിന്നും 2 മണിക്കൂർ കൂട്ടി 6:30 കഴിച്ചു. അപ്പൊ ചിലപ്പോൾ അവര് ചോദിച്ചത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എപ്പോ അറ്റ് വാട്ട് ടൈം ഹി റീച്ച്ഡ് ഹിസ് ടേൺ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് 6:30 PM ആവും. അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്ന് ചോദിക്കുമ്പോൾ എന്താവും? 6:30 AM ആവും. രണ്ട് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ ആ ടൈം എന്താണ്, സ്പീഡ് എന്താണ്, ടൈം എന്നതിനെ പറ്റിയുള്ള അവബോധം വളർത്തുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A person started his journey in the morning at 10 AM. He covered 3/7 of the journey on the same day at 12:10. He covered 80% of his journey in the morning at 10 AM. Started his journey in the morning. Okay, morning. Okay, the question എന്തെങ്കിലും? Okay, അങ്ങനെയാണ്. In the morning, അത് കഴിഞ്ഞ് പോകുന്നുണ്ട്. At 10 AM, he covered 3/7 of the journey. And on the same day, at 12:10, he covered 80% of his journey. ഇപ്പൊ രണ്ടുമായി. Find at what time he started his journey and what time he reached his destination. ഇപ്പൊ രണ്ടും വേണം. എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് നിർത്തിയത്. അപ്പൊ ഇതേപോലത്തുള്ള സെയിം ക്വസ്റ്റ്യൻ, ഇപ്പൊ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിൽ എന്ത് ചെയ്യാം. ഇപ്പൊ 3/7 ഉണ്ട് ഇവിടെ, അപ്പൊ അതിന് 7 ഉണ്ട്. 80% കഴിഞ്ഞാൽ 4/5 ആണ്. അപ്പൊ നമുക്ക് എന്തുണ്ട്? 4/5 5 ഉണ്ട്. 7ന്റെ 5ന്റെയും മൾട്ടിപ്പിൾ, 7ന്റെ 5ന്റെ മൾട്ടിപ്പിൾ നമുക്ക് 35 എടുക്കാം. 35 നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3/7, 35ന്റെ 3/7 എന്ന് പറയുമ്പോൾ 7, 35 × 5 30 × 3/7 ആണ്. 7 35 × 5 വട്ടം 5 3 15 കിലോമീറ്റർ. അപ്പൊ 15 കിലോമീറ്റർ എന്ത് ചെയ്തു അയാള്? എത്ര മണിക്ക്? രാവിലെ 10 മണിക്ക് എന്ത് ചെയ്തു? 15 കിലോമീറ്റർ അയാൾ കവർ ചെയ്തു. അതിനുശേഷം എന്താണ് ബാക്കി 12:10 അയാൾ 80%. ഇതിന്റെ 80% എന്ന് പറഞ്ഞാൽ എത്ര? 35 × 4/5 ആണ്. ഇപ്പൊ 7 4 28 കിലോമീറ്റർ എന്ത് ചെയ്തു? 28 കിലോമീറ്റർ ഇവിടെ നിന്ന് മുതൽ ആദ്യം മുതൽ അവസാനം അവിടെ വരെ 28 കിലോമീറ്റർ എന്ത് ചെയ്തു അയാൾ കവർ ചെയ്തു. എത്ര മണിക്ക്? 12:10. ഓക്കെ, 12:10 PM. 12:10 PM ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 10 കിലോമീറ്റർ, 15 കിലോമീറ്ററും 28 കിലോമീറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 13 കിലോമീറ്റർ ആണ്. ഈ 13 കിലോമീറ്റർ പോകാൻ വേണ്ടി അയാൾക്ക് എത്ര സമയം എടുത്തു? 10 മണി മുതൽ 12:10 വരെ എത്ര മിനിറ്റ് ആണ്? 130 മിനിറ്റ് അല്ലെ? 10 മണിക്കൂർ, 10 മണി 12 മണിയാകുമ്പോൾ 2 മണിക്കൂർ, പിന്നെ 10 മിനിറ്റ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ആണ്. 120 മിനിറ്റും 10 മിനിറ്റും എത്രയാണ്? 130 മിനിറ്റ്. 13 കിലോമീറ്ററിന് 130 മിനിറ്റ് എടുത്തു. അയാൾക്ക് എന്താ പറയുന്നത്? സ്റ്റാർട്ടിങ് 15 കിലോമീറ്റർ എത്ര സമയം എടുത്ത് കാണും? അയാൾക്ക് 150 മിനിറ്റ് എടുത്താണ്. 13ന് 130 മിനിറ്റ് ആണെങ്കിൽ 13 × 10 ആണ്. 15ന് എത്ര എടുക്കും? 15 × 10 150 മിനിറ്റ് ആയിരിക്കും എടുത്തത്. അപ്പൊ 150 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ ജേണി. അപ്പൊ 150 മിനിറ്റ് ഇവിടുന്ന് 150 മിനിറ്റ് പിറകിലോട്ട്. അപ്പൊ 150 മിനിറ്റ് പിറകിലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 AM നിന്ന് 150 മിനിറ്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂറും 30 മിനിറ്റുമാണ്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 എന്ന് വരും. 2 മണിക്കൂർ 120 മിനിറ്റും ബാക്കി 30 മിനിറ്റ്. അതായത് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ മുന്നേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂർ മുന്നേ ആകുമ്പോൾ 7:30 അയാൾ സ്റ്റാർട്ട് ചെയ്തത്. 7:30 AM സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റീച്ച് ചെയ്യുന്ന എപ്പോഴാണ്? 28 കിലോമീറ്റർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി ദൂരം എത്രയാണ്? ടോട്ടൽ 35ൽ 28 കിലോമീറ്റർ ഇവിടെ വരെ കവർ ചെയ്തു. ബാക്കി 7 കിലോമീറ്റർ ആണ്. അപ്പോൾ 13 കിലോമീറ്ററിന് 130 മിനിറ്റ് ആണെങ്കിൽ 7 കിലോമീറ്റർ എത്ര സമയം എടുക്കും? ബാക്കി 70 മിനിറ്റ്. 70 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. ഇതിന്റെ കൂടെ
1 മണിക്കൂറും 10 മിനിറ്റ്. 1 മണിക്കൂറാകുമ്പോൾ 1:20 പിന്നെ 1:10 പിന്നെ ഒരു 10 മിനിറ്റ്. അതായത് 1:20 PM എന്ത് ചെയ്യും, അയാളുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. ഓപ്ഷൻ സി. ഇപ്പൊ ഇവിടെ സ്റ്റാർട്ടഡ് ഹിസ് ജേണി എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ റീച്ചിന് മാത്രമുള്ളെങ്കിൽ 1:20 PM എന്ത് ചെയ്യും, അയാളുടെ ഡെസ്റ്റിനേഷൻ എത്തും. നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും തെറ്റിക്കാതെ എന്ത് ചെയ്യണം, വേഗം എല്ലാവരും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അതിന്റെ ആ ഒരു വീഡിയോ നമ്മൾ CGL 2023 വേണ്ടി ചെയ്ത ക്ലാസ്സിലാണ്. അതെല്ലാം എഡ്യൂക്കേഷനിലേക്ക് ക്ലാസ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ക്ലാസ്സുകളാണ്. അതിന്റെ ഒരു പ്ലേലിസ്റ്റ്, ആ CGL 2023 പ്ലേലിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് കണ്ട് അതിനകത്ത് ഒരുപാട് ടോപ്പിക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. The distance between station A and B is 550 kilometers. Two persons, P and Q, start their journey from A and B respectively in the morning 8 o'clock towards each other. The speed of Q is 20% more than A, more than P. Q is more than P. When they will meet, find the distance between the distance covered by him. Okay, distance covered by him. അവരുടെ തമ്മിലുള്ള ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് covered by them ആയിരിക്കും. ഡിസ്റ്റൻസ് find the distance between find the distance between the distance covered by them. എന്തോ ഒരു ക്വസ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. അവരുടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചത് നോക്കാം. ക്വസ്റ്റിനകത്ത് മിസ്റ്റേക്ക് ഉള്ളതാണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവരെ എയും ബിയും എത്രയാണ് ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 550 കിലോമീറ്റർ ആണ് എന്തെന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. സ്റ്റാർട്ട് ദ ജേണി ഫ്രം എ ആൻഡ് ബി ഇൻ ദ മോർണിംഗ് 8 o'clock ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടുപേരും എന്നാണ് സെയിം സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ സ്പീഡ് ഓഫ് ക്യൂ ഈസ് 20% മോർ ദാൻ പി. ഇപ്പം സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 20% മോർ ആണ്. അതായത് സ്പീഡ് ഓഫ് ക്യൂ, ഇപ്പൊ പിയും ക്യൂ ഉണ്ട്. സ്പീഡ് ഓഫ് ക്യൂ 20% മോർ ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അതായത് മോർ ദാൻ പി. 5 ക്യൂവിന്റെ എത്രയാണ്? ഇപ്പൊ ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? ബേസ് ആയിട്ട് എടുക്കുന്നത്. ദാൻ കഴിഞ്ഞിട്ട് വരുന്ന ആളുടെ വാല്യൂ ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ പി 5 സ്പീഡ് ഓഫ് ക്യൂ എത്രയാണ്? 1 കൂടുതലായിട്ട് 6 ആണ്. സ്പീഡ് ഓഫ് ക്യൂ എത്രയാണ്? 6 ആണ്. സ്പീഡ് ഓഫ് ക്യൂ ഈസ് 20% മോർ ദാൻ പി. അപ്പൊ ഇവിടെ എന്താണ്? ടൈം എന്താണ്? സെയിം ആണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ടൈം കോൺസ്റ്റന്റ് ആണ്. ആണെന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എയും ബിയും ഉണ്ട്. ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു. രണ്ടുപേരും തുടങ്ങിയപ്പോഴാണ് ഇവനും 8 AM സ്റ്റാർട്ട് ചെയ്തത്, ഇവനും എത്ര? 8 AM സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരും സെയിം സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യണം. അപ്പം ഇവര് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയം വരെ, സ്റ്റാർട്ടിങ് മുതൽ ആ സമയം വരെ രണ്ടുപേരും എടുക്കുന്ന ടൈം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അവരുടെ സ്പീഡിന്റെ വ്യത്യാസം അനുസരിച്ച് അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് എന്ത് വരും? വ്യത്യാസം വരും. ഡിസ്റ്റൻസ് വ്യത്യാസം വരും. എന്നാലും അവരുടെ ടൈം എന്താണ്? കോൺസ്റ്റന്റ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോവും സ്പീഡിന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം ആണ്. അത് നമ്മുടെ ഒരു കൺസെപ്റ്റ് ആണ്. ഇത് ബേസിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ 5:6 ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? 5:6. 5:6. ഇത് പി, ഇവിടെ എ ആണ്, ഇത് ബി ആണ്. ടോട്ടൽ ഇവിടെ തമ്മിലുള്ള ഇടയ്ക്കുള്ള ദൂരം 550 കിലോമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി 5 യൂണിറ്റ് ദൂരവും സഞ്ചരിച്ചാൽ പി 5 യൂണിറ്റ് ദൂരം സഞ്ചരിച്ചാൽ ക്യൂ എത്ര യൂണിറ്റ് സഞ്ചരിക്കും എന്ന് പറയുന്നത്? 6 യൂണിറ്റ്. ടോട്ടൽ എത്രയാണ് അവർ സഞ്ചരിക്കുന്ന ദൂരം? 5 ഉം 6 ഉം 11 യൂണിറ്റ്. ഈ 11 യൂണിറ്റ് ആണ് ടോട്ടൽ എന്ത് ചെയ്യുന്നത്? ഇന്ന് പി 5 യൂണിറ്റ് ഇങ്ങോട്ട്, ക്യൂ 6 യൂണിറ്റ് ഇങ്ങോട്ട്. അങ്ങനെ ടോട്ടൽ 11 യൂണിറ്റ് ആണ്. അവർ മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്ന് എന്ത് ചെയ്യണം? 550 മീറ്റർ എന്താവണം? കിലോമീറ്റർ എന്താവണം? കവർ ആവണം. അപ്പൊ 11 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 550 കിലോമീറ്റർ. നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ അവരുടെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് അല്ല വേണ്ടത്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം അല്ല കവേർഡ് ബൈ ദം. അവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്തതിന്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പം 11ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 550 കിലോമീറ്റർ. അവരുടെ ഡിഫറൻസ് എത്ര യൂണിറ്റ് ആണ്? ഇവൻ 5 ആണെങ്കിൽ ഇവൻ 6 ആണ്. എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് ആണ് ഡിഫറൻസ്. അപ്പൊ 1ന്റെ വാല്യൂ വേണം. എത്ര ഉണ്ടാവും ചെയ്യുന്നത്? 50 ഉണ്ടാവും ചെയ്യുന്നത്. അപ്പൊ 1ന്റെ വാല്യൂ എത്രയാണ്? 50 കിലോമീറ്റർ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദം വെൻ ദേ വിൽ മീറ്റ്. അവർ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 50 കിലോമീറ്റർ. അതായത് ക്യൂ എന്ന് പറയുന്ന ആള് സ്പീഡ് കൂടുതലായത് കാരണം സെയിം ടൈം ആണ്.
ടോമിന് സ്പീഡ് കൂടുതലാണ്. അത് കാരണം എന്ത് ചെയ്തു, അയാള് മറ്റേ ആളെക്കാളും 50 കിലോമീറ്റർ എന്ത് ചെയ്തു, അധികം സഞ്ചരിച്ചു. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ബാക്കി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ക്യാറ്റ് ടേക്സ് 7 steps. At the same time, a rabbit takes 4 steps. But 4 steps of a cat is equal to 3 steps of a rabbit. Find the speed ratio. Speed ratio ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ ക്യാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. അത് ഞാൻ എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു. ഓക്കെ, ക്യാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. അപ്പോൾ ക്യാറ്റ് എന്താ ചെയ്യുന്നത്, ക്യാറ്റ് 7 വെച്ചിട്ട്, അതായത് ക്യാറ്റ് 7 സ്റ്റെപ്പ് എടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം റാബിറ്റ് 4 സ്റ്റെപ്പ് എടുക്കുന്നു. അതായത് 7 സ്റ്റെപ്പ് ഇങ്ങനെ പോവാണ്, 7 സ്റ്റെപ്പ് വെച്ച്. ആ സമയത്ത് ക്യാറ്റ് 7 സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഇവൻ എത്ര എടുക്കത്തുള്ളൂ, റാബിറ്റ് എത്ര എടുക്കത്തുള്ളൂ, റാബിറ്റ് കുറച്ച് വാച്ച് 4 സ്റ്റെപ്പ് വെച്ച് എന്ത് ചെയ്യത്തുള്ളൂ, 4 സ്റ്റെപ്പ് വെച്ച് എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു, പക്ഷേ 4 steps ഓഫ് എ ക്യാറ്റ് ഈക്വൽ ടു 3 steps ഓഫ് എ റാബിറ്റ്. അതായത് റാബിറ്റിന്റെ ക്യാറ്റിന്റെ 4 സ്റ്റെപ്പ്, അതായത് ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സ്പീഡാണ്. ഇത്ര സമയത്ത് ഇത്ര സ്റ്റെപ്പ് പോകും. ഇപ്പൊ ഒരു യൂണിറ്റ് സമയത്ത് പോകുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ക്യാറ്റിന്റെ സ്പീഡ് 7 steps പെർ ഒരു യൂണിറ്റ് ടൈം ആണെങ്കിൽ റാബിറ്റിന്റെ സ്പീഡ് 4 steps പെർ ഒരു യൂണിറ്റ് ടൈം ആണ്. ഇനി ഡിസ്റ്റൻസിന്റെ കാര്യം നോക്ക്. ബട്ട് 4 steps ഓഫ് എ ക്യാറ്റ്, 4 steps ഓഫ് എ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ 4 into ക്യാറ്റിന്റെ ഒരു സ്റ്റെപ്പിൽ പോകുന്ന ദൂരം അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 3 steps ഓഫ് എ റാബിറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റനിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ എങ്ങനെ ചെയ്യുന്നത്. ഇതെന്ത് കിട്ടി, ഇത് അവരുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ്. ഇവിടെ റാബിറ്റിന്റെയും ക്യാറ്റിന്റെയും കാര്യമാണ് പറയുന്നത്. അപ്പൊ റാബിറ്റിന്റെ സ്പീഡിന്റെ റേഷ്യോ എന്ത് വരും, സ്പീഡ് റേഷ്യോ. ഓക്കെ, ഡിസ്റ്റൻസ് റേഷ്യോ കിട്ടും. അവരുടെ ഡിസ്റ്റൻസ് റേഷ്യോ കിട്ടും ക്യാറ്റ് ബൈ റാബിറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ റാബിറ്റ് എത്രയാണ്, 4 ആണ്. അവരുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ത് കിട്ടും, ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് റേഷ്യോ നമുക്ക് എന്ത് കിട്ടും, റാബിറ്റ് 4 ആണെങ്കിൽ ക്യാറ്റ് എത്രയാണ്, 3 ആണ്. റാബിറ്റ് 4 യൂണിറ്റ് ആണെങ്കിൽ ക്യാറ്റ് 3 യൂണിറ്റ് ആണ്. ഇനി അവരുടെ സ്പീഡിന്റെ റേഷ്യോ എന്താണ്, സ്പീഡിന്റെ റേഷ്യോ സെയിം ടൈം റാബിറ്റ് ടേക്സ് 4 steps ബട്ട് ഓക്കെ നമുക്ക് ക്യാറ്റ് ഈസ് ടു റാബിറ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, 4:3 ഇട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ റാബിറ്റ് ടേക്സ് 4 steps. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാറ്റിന്റെ റാബിറ്റിന്റെ സ്പീഡിന്റെ റേഷ്യോ. സ്പീഡിന്റെ റേഷ്യോ എന്ത് കിട്ടും, ക്യാറ്റ് 7 സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് റാബിറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, 4 സ്റ്റെപ്പ് എടുക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സ്പീഡിന്റെ റേഷ്യോ എന്ത് കിട്ടും, 7:4:3 4:7 കിട്ടും. അതായത് റാബിറ്റ് 4 ആണെങ്കിൽ ക്യാറ്റ് എത്ര വരും, 7 വരും. അതായത് ക്യാറ്റിന്റെ 4 സ്റ്റെപ്പ്. ഓക്കെ, 7 സ്റ്റെപ്പ്, ക്യാറ്റിന്റെ 7 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റാബിറ്റിന്റെ എത്ര സ്റ്റെപ്പാണ്, 4 സ്റ്റെപ്പാണ്. റാബിറ്റിന് 4 സ്റ്റെപ്പാണ്. അപ്പോൾ റാബിറ്റ് 4 പോകുമ്പോൾ ക്യാറ്റ് എത്ര പോകും, ആ 7 യൂണിറ്റ് സമയത്ത്. അപ്പം 4:7 ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 4 ഇതേ ബൈ ഇത്. ഓക്കെ, ഇതേ ബൈ ഇത് 4 16:21 ഇതായിരിക്കും എന്ന് പറയുന്നത് ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ ആണ്. ഇത് സ്പീഡിന്റെ അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോ ആണ് കേട്ടോ, ടൈമിന്റെ റേഷ്യോ. അപ്പൊ ഈ ക്വസ്റ്റൻ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വരും നമുക്ക് ഫൈൻഡ് ദെയർ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാറ്റിന്റെ റാബിറ്റ് അതാണ് റേഷ്യോ. ക്യാറ്റിന്റെ റാബിറ്റിന്റെ റേഷ്യോ എന്താണ്, ഓപ്ഷൻ സി 21:16. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ഒരു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊന്നും ആലോചിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് പറയാം 7 by ക്യാറ്റിൻ്റെത് 7 ആണെങ്കിൽ മറ്റേന്റെ എത്രയാണ്, റാബിറ്റിന്റെ 4 ആണ്. ഇൻറ്റു അടുത്ത 4 steps ഓഫ് എ ക്യാറ്റ് 4 പോകുന്നെങ്കിൽ ഈക്വൽ ടു 3 steps ഓഫ് എ റാബിറ്റ്. അപ്പൊ ക്യാറ്റിന്റെ അപ്പൊ ഇത് നോക്കണം, ഈ റേഷ്യോ എടുക്കുന്നത് ശ്രദ്ധിച്ചോണം. ക്യാറ്റിന്റെ 3 ആണെങ്കിൽ മറ്റേ എത്രയാണ്, മറ്റവൻ 4 ആണ്. ക്യാറ്റിന്റെ 3 ആണെങ്കിൽ ഇപ്പൊ തിരിച്ചിങ്ങനെ ക്യാറ്റിന്റെ 3 യൂണിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ് സമയം എടുക്കുന്നെങ്കിൽ റാബിറ്റിന് എത്രയാണ്, 4 യൂണിറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 21/16 ഡയറക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി, ടോം ടേക്സ് 6 steps അറ്റ് ദ സെയിം ടൈം ജെറി ടേക്സ് 4 steps. But 5 steps of Tom is equal to 6 steps of Jerry. Find the speed ratio of Tom and Jerry. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ടോം ഉണ്ട്, അതുപോലെ ജെറി ഉണ്ട്. ടോമും ജെറി ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് 6 സ്റ്റെപ്പിന്റെ ടോമിന്റെ 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ടൈമിൽ മറ്റേ എത്ര എടുക്കും, ജെറി 4 സ്റ്റെപ്പ് എടുക്കും. 5 steps of Tom is equal to 6 steps of Jerry എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം, ഇത് 5 steps of Tom equal to 6 steps of Jerry എന്ന് പറഞ്ഞാൽ ടോം ബൈ ജെറി എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6/5 എന്ന് വരും. അതായത് ടോം 6 എടുത്താൽ ജെറി എത്ര വരും, 5 എടുക്കും. ഇതൊന്നും നോക്കണം, ഇത് റേഷ്യോ എടുക്കണം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, ഇവരുടെ ടോട്ടൽ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് 36 രണ്ടോട് ചേർന്നാണ് എന്ത് വരുന്നത്, സ്പീഡിന്റെ റേഷ്യോ എടുക്കുന്നത്. 36
നമുക്ക് 20 വരും. അതായത് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര വെച്ച് കിട്ടും? 4 വെച്ച് കിട്ടുമ്പോൾ 9:5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഴയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ചെയ്താൽ മതി. എന്നത് വലിയ ഇതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ടൈപ്പ് വരാൻ ചാൻസ് കുറവാണ്. കാര്യം ഒരുപാട് നാൾ മുമ്പ് ഈ ടൈപ്പ് ഒരുപാട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആരുടെയൊക്കെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റിൽ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. Two trains A and B starts their journey from Delhi and Patna respectively at 6 a.m. towards each other. രണ്ടുപേരും എത്ര മണിക്കാണ്? 6 മണിക്കാണ്. When they cross each other, the train A and B will take 4 hours and 9 hours respectively to reach their destination. Find their speed ratio. Also find at what time both train cross. അപ്പൊ ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നു? ഇയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇയാൾ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തുള്ള മീറ്റ് ചെയ്യുന്നതിന് ശേഷമുള്ള ടൈം തരും. അപ്പൊ മീറ്റ് ചെയ്യുന്നതിന് ശേഷം A 4 മണിക്കൂർ എടുത്താൽ B എത്ര മണിക്കൂർ എടുത്തു? 9 മണിക്കൂർ. ഇത് ടൈം T1 ഇത് ടൈം T2 ആണെന്ന് വെച്ചു. ആദ്യത്തെ ആളുടെ സ്പീഡ് S1 രണ്ടാമത്തെ ആളുടെ സ്പീഡ് S2 ആണെന്ന് വെച്ചു. ഇങ്ങോട്ട് പോകുന്ന ആള് ഇത് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യുന്നു, മീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആള് മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈമാണ് T1. ആദ്യത്തെ ആള് രണ്ടാമത്തെ ആൾ മീറ്റ് ചെയ്തതിനു ശേഷം ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടുന്ന ടൈമാണ് T2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പഠിക്കാനുള്ള ഫോർമുലയാണ് S1/S2 എന്ന് പറയുന്നത് എന്തായിരിക്കും? √T2/T1. അതായത് ഫസ്റ്റ് ആളുടെ സ്പീഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആളുടെ ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ആളുടെ. ഇതായിരിക്കും നമുക്ക് പഠിക്കേണ്ട റേഷ്യോ. ഓക്കെ, S1/S2 എന്ന് പറഞ്ഞാൽ √T2/T1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്പീഡിന്റെ റേഷ്യോ S1/S2 നമുക്ക് കിട്ടും. എന്ത് കിട്ടും? √T2. സെക്കൻഡ് ആളുടെ ടൈം എത്രയാണ്? 9. സെക്കൻഡ് ആളുടെ ടൈമാണ്. ഇവിടെ ഇരുന്ന ആരാണോ അത് തൊട്ട് ഓപ്പോസിറ്റ് ആളുടെ ടൈം. അതായത് ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ്? ടോട്ടൽ ടൈം അല്ല, കൂട്ടിമിറ്റതിന് ശേഷമുള്ള ഡിവൈഡഡ് ബൈ S2 എന്ന് പറഞ്ഞാൽ 4. നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്താണ്? 3:2 എന്ന് കിട്ടും. ഇനി എന്താ ഉള്ളത്? ഇനി അവരുടെ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേ കേസിൽ പഠിക്കേണ്ട വേറൊരു ഫോമുലാണ്. ഇവര് കൂട്ടിമുട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂട്ടിമുട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ അതായത് ഇവര് ഇങ്ങനെയാണ് കണ്ടീഷൻ. കണ്ടീഷൻ എന്താ? ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം ആയിരിക്കും തരുന്നത്. മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം ആയിരിക്കണം ഈ T1 T2. മീറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ആൾ എടുക്കുന്ന ടൈം T1, മീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ആൾ എടുക്കുന്ന ടൈം T2. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡിന്റെ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇത് ഡിസ്റ്റൻസിന്റെ ഫോർമുലയിൽ നിന്ന് വരുന്നത്. അതേപോലെ ഇങ്ങനെയുള്ള ഈ കേസിൽ അവര് കൂട്ടിമുട്ടി എടുക്കുന്ന ടൈം ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? T1 × T2. അതായത് അവര് കൂട്ടിമുട്ടിയതിനു ശേഷം എടുക്കുന്ന ടൈമിന്റെ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവര് വാട്ട് ടൈം ബോത്ത് ട്രെയിൻസ് ക്രോസ്. അപ്പൊ ക്രോസ് ചെയ്യുന്ന ആ ഒരു സമയം കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ആൻസർ എന്താണ്? വാട്ട് ടൈം ബോത്ത് ട്രെയിൻസ് ക്രോസ് എന്ന് പറഞ്ഞാൽ ആ ടൈമാണ് √9. 4 × T1 × T2. 4×9 √36. 6 മണിക്കൂർ. അപ്പൊ 6 മണിക്കൂറിൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? 6 മണിക്കൂറിൽ അവരെന്ത് ചെയ്യും? ആ രണ്ട് ട്രെയിൻ കൂടെ മീറ്റ് ചെയ്യും. 6 മണിക്കൂറിൽ 6 മണി കഴിഞ്ഞിട്ട് 6 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? 6 മണിക്കൂറിൽ അവർ മീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ എടുക്കുന്ന ടൈം. വാട്ട് ടൈം ബോട്ട് ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ കഴിഞ്ഞ് 12 മണിക്ക് എത്തി. 12 മണിക്ക് അവരെത്തി. ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ. അടുത്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. 2 ട്രെയിൻസ് ഉണ്ട്, പിയും ക്യൂവും. ജമ്മു കാശ്മീർ ചെന്നൈ റെസ്പെക്റ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഓപ്പോസിറ്റ് ആയിരിക്കും പോകുന്നത് കേട്ടോ. 8 മണിക്കാണ് ടുവേഴ്സ് ഈച്ച് അതർ. വെൻ ദേ വിൽ ക്രോസ് ഈച്ച് അതർ, ട്രെയിൻ P and Q will take 16 hours 9 hours respectively to reach their destination. ഇതാണ് T1, ഇതാണ് നമ്മുടെ സെക്കൻഡ് T2. ഫൈൻഡ് ദ സ്പീഡ് റേഷ്യോ ആൻഡ് ഫൈൻഡ് ആൾസോ വാട്ട് ടൈം ദേ വിൽ ക്രോസ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. സ്പീഡ് റേഷ്യോ S1/S2 എന്ന് പറഞ്ഞാൽ എന്താണ്? √T2/T1 ആണ്. T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ. S1 ആദ്യത്തെ ആളുടെ സ്പീഡാണ് ഇവിടെ ഉള്ളതെങ്കിൽ SP/SQ എന്ന് എഴുതാം. ആദ്യത്തെ ആളുടെ സ്പീഡാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം എടുക്കേണ്ട ആരായിരിക്കും? രണ്ടാമത്തെ ആളുടെ. കൂട്ടിമുട്ടി കഴിഞ്ഞതിന് ശേഷം 9 ഡിവൈഡ് ബൈ 16 എന്ത് കിട്ടും? 3/4 കിട്ടും. അപ്പൊ 3:4 ആണ്. ഇവിടെ 3:4 ഉണ്ട്, ഇവിടെ 3:4 ആണ്. ഇനി അടുത്ത ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്ന? ടൈം എന്ന് പറഞ്ഞാൽ
എന്താണോ ടൈം T1 T2 16 × 9 √144 12 മണിക്കൂർ. അപ്പം രാവിലെ 8 മണി കഴിഞ്ഞിട്ട് 12 മണിക്കൂറുടെ കഴിഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ കൂട്ടിമുട്ടുന്നത്. 8 AM കൂടെ 12 മണിക്കൂറോട് കൂട്ടി എന്താവും 8 PM ആവും. 8 PM ആവും. ഓപ്ഷൻ സി 3:4 ആണ് അവരുടെ സ്പീഡിന്റെ റേഷ്യോ. അതേപോലെ അവർ കൂട്ടിമുട്ടുന്ന ടൈം എത്ര ആയിരിക്കും 8 PM ആയിരിക്കും. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റൻ. A person covers a certain distance with a certain speed. If he increases his speed by 12.5%, then he will be 10 minutes before. എന്ന് വെച്ചാൽ നേരത്തെ എത്തും. Find the initial time. ടൈം എത്ര? അപ്പൊ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മുടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന കൺസെപ്റ്റ്. ഈ ഒരു ടൈപ്പ്, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, SSCGD ബേസിക് വീഡിയോയിൽ. എ പേഴ്സൺ കവേഴ്സ് സർട്ടൻ ഡിസ്റ്റൻസ്. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയാൽ സ്പീഡിന്റെ റേഷ്യോയും ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്പീഡിന്റെ റേഷ്യോ A:B ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും, B:A ആണ്. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യുന്നു, 12.5% കൂട്ടും. അപ്പൊ അയാളുടെ സ്പീഡിന്റെ റേഷ്യോ എന്താ കിട്ടിയത്, 12.5%. 1/8 ആണ്. അതായത് 8 ഉണ്ടെങ്കിൽ 1 കൂട്ടി എന്തായി, 9 ആയി. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും, ഇതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അതായത് 9:8 വരും. ഇത് ഇനിഷ്യലും ഇത് ഇപ്പോഴത്തെ നൗ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസ് എന്താ, ടൈമിന്റെ റേഷ്യോ 9:8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അയാൾ ആദ്യമേ 9 യൂണിറ്റ് ടൈം എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര യൂണിറ്റ് എടുക്കും, 8 യൂണിറ്റ് എടുക്കത്തുള്ളൂ. അതായത് നേരത്തെ എത്തും. നേരത്തെ 9 യൂണിറ്റ് സമയം എടുക്കുമായിരുന്നു, ഇയാളിപ്പോ എത്ര എടുക്കത്തുള്ളൂ, 8 യൂണിറ്റ് സമയം എടുക്കത്തുള്ളൂ. അതായത് 1 യൂണിറ്റ് സമയം എന്താണ് അയാൾക്ക് ലാഭമാണ്. അപ്പൊ ഈ 1 യൂണിറ്റ് ലാഭിക്കുന്ന ആ സംഭവത്തെയാണ് എവിടെ തന്നിട്ടുള്ളത്, ഇവിടെ 10 മിനിറ്റ് മുമ്പേ എത്തും. അപ്പൊ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 10 മിനിറ്റ് എന്ന് പറയുന്നത്. എന്താ ഫൈൻഡ് ദ ഇനിഷ്യൽ ടൈം. ഇനിഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആയാലും എടുക്കുന്നത്, 9 യൂണിറ്റ് ആണ്. അപ്പൊ 1 യൂണിറ്റ് 10 മിനിറ്റ് ആണെങ്കിൽ 9 യൂണിറ്റ് എത്ര മിനിറ്റ് ആണ്, 90 മിനിറ്റ്. ഓപ്ഷൻ സി. അപ്പൊ ഒരു കാൽക്കുലേഷനും വേറെ ഒന്നും ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ എഴുതാൻ പറ്റും. ഈ ഒരു ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യാം, നന്നായിട്ട് നോട്ട് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ഇതേ ഒരു കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് വിത്ത് എ സർട്ടൻ സ്പീഡ്. He reduced his speed by 15 km/h. Then he will be 10 minutes late. If his initial speed is 120 km/h, find the distance covered by that. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇവിടെ എന്താണ് കൺസെപ്റ്റ് ആണ്, സെയിം കൺസെപ്റ്റ് ആണ്. സർട്ടൻ ഡിസ്റ്റൻസ് ചേഞ്ച് ഒന്നുമില്ല. ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ, ഡിസ്റ്റൻസ് രണ്ട് കേസിലും എന്താണ്, ഡിസ്റ്റൻസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഇതിന് വേറൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, ഒരു ഫോർമുല ഉണ്ട്. അപ്പോ ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ അയാളുടെ സ്പീഡിന്റെ റേഷ്യോ എന്താ വരുന്നത്, ഇനിഷ്യൽ സ്പീഡ് 120 km/h കിടന്നത്, സ്പീഡ് എന്ത് ചെയ്തു, 15 കുറച്ച്, 120 നിന്ന് 15 കുറച്ചാൽ 105 അപ്പൊ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വെച്ച് കിട്ടാം, 15 വെച്ച് കിട്ടുമ്പോൾ 15 × 7 ആണിത്, 15 × 8 ആണ്. 8:7 ആണ് അയാളുടെ സ്പീഡിന്റെ റേഷ്യോ. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്താ വരുന്നത്, ടൈമിന്റെ റേഷ്യോ തിരിച്ച് B:A തിരിച്ച് 7:8 ആവും. അതായത് ഇനിഷ്യലി അയാൾ 7 യൂണിറ്റ് സമയം എടുത്തെങ്കിൽ നൗ അയാൾ എത്ര സമയം എടുക്കും, 8 യൂണിറ്റ് സമയമാണ് എടുക്കും. അപ്പോൾ 7ന്റെ കൂടെ എന്താണ്, 1 കൂടുവാണ്, അത് 1 അധികം വരുവാണ്. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ലേറ്റ് ആവുന്നത്. അപ്പൊ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം. അതായത് ഇനിഷ്യലി എത്രയാണ്, 120 km/h ആണ് അയാളുടെ സ്പീഡ്. സ്പീഡ് ഇൻറ്റു ടൈം മതി. ഇനിഷ്യൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. രണ്ടിടത്തുനിന്നും കിട്ടും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കാം. 1 യൂണിറ്റിന്റെ വാല്യൂ 10 മിനിറ്റ് ആണെങ്കിൽ 7 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്, 70 മിനിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, നമ്മുടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയാണ്, 120 km/h. ക്വസ്റ്റിനെ തന്നെ തന്നിട്ടുണ്ട്. ഇനിഷ്യൽ സ്പീഡ് 8 യൂണിറ്റ് ആണ്, അതിനെ നമ്മൾ റേഷ്യോ ആയിട്ട് എടുത്തു. ഒറിജിനൽ വാല്യൂ 120 ആണ്. ഒറിജിനൽ സ്പീഡ് ഇൻറ്റു ഒറിജിനൽ ടൈം 70 മിനിറ്റ് ആണ്. 70/60 മണിക്കൂർ. അപ്പൊ നമുക്ക് എന്ത് 7/6. അപ്പൊ നമുക്ക് 6 കൊണ്ട് കിട്ടും, എന്ത് കിട്ടും, 20. 20 × 7 140 കിലോമീറ്റർ. അതായത് അയാൾ എത്ര ദൂരമായിരിക്കും പോയത്, 140 കിലോമീറ്റർ ആയിരിക്കും അയാൾ സഞ്ചരിച്ചത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നിങ്ങളുടെ എക്സാംസിന് വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഹോംവർക്ക് ആയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ പറയാം. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരാള് certain distance with a certain speed. If he increases speed by 5 km/h, then he will be 12 minutes before. Okay. By how much time he will be late if he reduces speed by 5 km/h if his initial speed is 20 km/h. അതായത് ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, 15ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ സ്പീഡിന്റെ റേഷ്യോ എന്താ, ഇവിടെ ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട് 20 ആണ്.
20 കിടന്ന സാധനം, അപ്പൊ അതുകൊണ്ടാണ് ഇനിഷ്യൽ സ്പീഡ് ചിലത് തരത്തില്ല, ഡയറക്റ്റ് റേഷ്യോ വരും. 20 കിടന്ന സാധനം അയാൾ എന്ത് ചെയ്തു, സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ആദ്യമേ ഫസ്റ്റ് കേസിൽ ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് കേസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റേഷ്യോ എന്തായി, 20 നിന്ന് 25 ഇരുപത്തഞ്ചായപ്പോ 12 മിനിറ്റ് ബിഫോർ ആയിരുന്നു എത്തിയത്. പിന്നെ എന്ത് ചെയ്തു, ബൈ ഹൗ മച്ച് ടൈം ഹി വിൽ ബി ലേറ്റ് ഇഫ് ഹി റെഡ്യൂസ് സ്പീഡ് ബൈ 5 km/h. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കേസ് ഇനിഷ്യൽ കേസ് എടുക്കാം. ഇനിഷ്യൽ കേസിൽ 20ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു, രണ്ട് കേസും നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ ഇനിഷ്യൽ ഫൈനൽ. ഓക്കെ, ഇനിഷ്യൽ അയാൾക്ക് 20 km/h ആയിരുന്നു സ്പീഡ് എന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു, 5 കൂട്ടി 25 ആക്കി. അങ്ങനെ റേഷ്യോ എന്ത് വരും, 4 വെച്ച് കിട്ടും, 5 വെച്ച് കിട്ടുമ്പോൾ 4:5 വരും. ടൈമിന്റെ റേഷ്യോ നമുക്ക് 5:4 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ഉണ്ട്. എന്താ വേണ്ടുന്നത്, അയാൾ ലേറ്റ് ആവും. സെക്കൻഡ് കേസിൽ എത്ര ലേറ്റ് ആവും എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ 5:4 കിട്ടും. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഇൻക്രീസ് ദി സ്പീഡ് ബൈ 5 km/h, ദെൻ ഹി വിൽ ബി 12 minutes ബിഫോർ. അതെന്ന് പറഞ്ഞാൽ ഈ 1 യൂണിറ്റ് ആണ് അയാൾ ബിഫോർ ആവുന്നത്. 1ന്റെ വാല്യൂ ആണ് 12 മിനിറ്റ്, 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 60 മിനിറ്റ്. 1ന്റെ വാല്യൂ 12 ആണെങ്കിൽ 5ന്റെ വാല്യൂ എത്രയാണ്, 5 × 12 60 മിനിറ്റ്. അതായത് 1 മണിക്കൂറാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആദ്യം എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അതിൽ ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് എന്താണ്, ഒറിജിനൽ ടൈം 1 മണിക്കൂറും ഒറിജിനൽ സ്പീഡ് എത്രയാണ്, 20 km/h. നമ്മുടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് 20 km/h ഇൻറ്റു 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 20 കിലോമീറ്റർ ആണ് നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ 20 കിലോമീറ്റർ. ഇനി ബൈ ഹൗ മച്ച് ടൈം ഹി വിൽ ബി ലേറ്റ് ഇഫ് ഹി റെഡ്യൂസ് ഹിസ് സ്പീഡ് ബൈ 5 km/h. അപ്പം 5 km/h കുറയ്ക്കുന്ന പറഞ്ഞാൽ എന്താ, അതിൽ 20 സ്ഥാനത്ത് എന്തായി, 15 ആയി. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്താ വരുന്നത്, സെക്കൻഡ് കേസിൽ 5 വെച്ചിട്ടുമ്പോൾ 4ൽ നിന്നും ഇത്രയും 3 ആയി. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ ആണ്, ടൈമിന്റെ റേഷ്യോ ഉണ്ടാവും 3ൽ നിന്നും 4 ആവും. അപ്പൊ ഇവിടെ 3ന്റെ വാല്യൂ ആണ് ഇനിഷ്യൽ വാല്യൂ, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചല്ലോ 60 മിനിറ്റ്. 3ന്റെ വാല്യൂ എത്രയാണ്, 60 മിനിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാം. 3ന്റെ വാല്യൂ 60 മിനിറ്റ് ആണെങ്കിൽ 4ന്റെ വാല്യൂ എത്ര വരും, 80 മിനിറ്റ് വരും. 3 × 20 ആണ്. കാര്യം 3ന്റെ വാല്യൂ 60 മിനിറ്റ് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചേ, ഫസ്റ്റ് കേസിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇത് എത്ര വരും, 80 മിനിറ്റ് വരും. അതായത് സെക്കൻഡ് കേസിൽ അയാൾ എത്ര സമയം എടുക്കും, 80 മിനിറ്റ് എടുക്കും. അപ്പൊ അതായത് അയാൾ ആദ്യത്തെ കേസിൽ 60 മിനിറ്റിൽ നിന്നും 60 മിനിറ്റിലായിരുന്നു നമുക്ക് എത്തേണ്ടത് ഇനിഷ്യൽ ടൈം. അയാൾ എത്ര എടുക്കുന്നത്, 80 മിനിറ്റ്. അയാൾ എത്ര സമയം നഷ്ടമാണ്, എത്ര സമയം ലേറ്റ് ആവും, ഓപ്ഷൻ എ 20 മിനിറ്റ് ഉണ്ടാവും ലേറ്റ് ആവും. ഇത് 60 മിനിറ്റ് എത്തേണ്ടതായിരുന്നു, ഒറിജിനലായിട്ട് 60 മിനിറ്റിൽ എത്തേണ്ടത്. പക്ഷെ അയാൾ 60 മിനിറ്റ് എത്തേണ്ട സ്ഥലത്ത് അയാളിപ്പോ എത്ര, 80 മിനിറ്റ് എടുക്കും. നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് തന്നെ പറ്റും. നല്ല ക്വസ്റ്റൻ ആണ്, കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റൻ ആണ്, മറ്റേതിൽ നിന്ന് ഡിഫറെന്റ് ആണ്, ചെയ്തതിൽ നിന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ എത്രയാണ്, 60 മിനിറ്റ് എത്തേണ്ട, അതായത് ഒറിജിനൽ സമയം. ഇപ്പൊ എത്ര, രണ്ടാമത്തെ കേസിൽ എത്ര എടുക്കുന്നത്, 80 മിനിറ്റ് എടുക്കും. അതായത് 20 മിനിറ്റ് എന്താണ് കൂടുതൽ എടുക്കും, അതായത് 20 മിനിറ്റ് എന്താണ് അയാൾ ലേറ്റ് ആണ്, ഓപ്ഷൻ എ ആണ്. അത് നല്ല ക്വസ്റ്റൻ ആയിട്ടാണ് ഹോംവർക്ക് തരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യുക. എല്ലാവരും ആൻസർ പറയുക. നിങ്ങൾക്ക് പഠിച്ചിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.